ഇന്ത്യയിലെടുത്ത ആദ്യത്തെ ഫോട്ടോ ഏതാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും 1840 തുടക്കത്തിൽ തന്നെ സായിപ്പുമാർ ക്യാമറയുമായി ഇന്ത്യയിലെത്തിയിരുന്നുവെന്നും 40കളുടെ അവസാനം കൽക്കട്ടയിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നും അപൂർവങ്ങളായ പല പഴയ ഫോട്ടോകളും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചരിത്രം വിളിച്ചോതുന്ന ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട അതിശയിപ്പിക്കുന്ന ചില പഴയകാല ചിത്രങ്ങൾ കണ്ടു നോക്കിയാലോ? കൊൽക്കത്തയിലെ വളരെ പ്രശസ്തമായ ഈഡൻ ഗാർഡൻസ് എന്ന സ്റ്റേഡിയത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? എന്നാൽ 150 വർഷങ്ങൾക്ക് മുൻപ് ഇത് ബ്രിട്ടീഷ് വൈസ്രോയുടെ വലിയൊരു പൂന്തോട്ടമായിരുന്നു. അവിടെ നിന്നാണ് അതിന് ഈ പേര് കിട്ടുന്നതും. 1860 ഈഡൻ ഗാർഡൻസിന്റെ ഫോട്ടോ. 1864 ഇവിടെ ആദ്യമായി ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. 1860 കൽക്കട്ടയിലെ ഹൂഗ്ലി നദിയുടെ തീരത്ത് കച്ചവടത്തിനായി വന്ന കപ്പലുകൾ. താജ്മഹലിന്റെ ഏറ്റവും പഴയ ഫോട്ടോകളിൽ ഒന്നാണിത്. 1865 എടുത്തത്. എന്നാൽ താജ്മഹലിന്റെ ഇങ്ങനൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? 1942 രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ജാപ്പനീസ് യുദ്ധവിമാനങ്ങൾ ആക്രമിക്കുമോ എന്ന പേടിയിലാണ് താജ്മഹലിനെ മുളകൾ കൊണ്ട് മൂടിയത്. മുളകൾ കൊണ്ട് മൂടിയതിനാൽ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ താജ്മഹലിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, രാത്രിയിൽ ചന്ദ്രന്റെ വെളിച്ചത്തിൽ മാർബിൾ തിളങ്ങുന്നത് ഒഴിവാക്കാനും ഇതുകൊണ്ട് സാധിച്ചു. 1866 ഗംഗാതീരത്തുള്ള വാരണാസിയുടെ ഫോട്ടോ. ആ കാലത്തും പല ആചാരങ്ങളും പൂജകളും കൊണ്ട് വാരണാസിയിൽ നല്ല ജനത്തിരക്ക് എപ്പോഴും ഉണ്ടാവുമായിരുന്നു. കർണാടകയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ കന്റോൺമെന്റാണിത്. 1870 എടുത്ത ചിത്രം. ആ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ബാംഗ്ലൂരിലെ കന്റോൺമെന്റ് ഏരിയയാണ് ഈ കാണുന്നത്. 1880 എടുത്ത ചിത്രം. പുറകിൽ കാണുന്നത് പ്രശസ്തമായ സെന്റ് മേരീസ് ബസിലിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കികളിലൊന്നായ മാലിക്കി മൈതാൻ എന്ന പീരങ്കിയുടെ 1880 ഫോട്ടോ. 16ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പീരങ്കിയുടെ ഉള്ളിൽ ഒരാൾക്ക് കയറിയിരിക്കാൻ മാത്രം വലിപ്പവും 55 ടൺ ഭാരവും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ ഇതും കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നെങ്കിലും പീരങ്കിയുടെ വെയിറ്റ് കാരണം ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഈ കൂറ്റൻ പീരങ്കി ഇപ്പോൾ കർണാടകയിലെ ബൈജാപൂർ കോട്ടയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഡാർജിലിംഗിലെ ഹിമാലയൻ റെയിൽവേയിലൂടെ വട്ടം കറങ്ങി കയറ്റം കയറി പോകുന്ന ട്രെയിൻ. 1880 എടുത്ത ചിത്രം. ഒരു ബ്രിട്ടീഷ് കുടുംബം ഇന്ത്യയിൽ അവധി ആഘോഷിക്കുന്നു. 1885 ഫോട്ടോ. 1886 ഇംഗ്ലണ്ടിലേക്ക് ടൂർ പോയ ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം. 1894 എടുത്ത ചെന്നൈയിലെ മറീന ബീച്ചിന്റെ ചിത്രം. 130 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അത് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കൊല്ലത്തെ അഷ്ടമുടിക്കായലും അതിന്റെ തീരത്ത് നിൽക്കുന്ന മഹാരാജാവിന്റെ സമ്മർ പാലസും. ഇത് ശരിക്കും 1900 സൗത്ത് ഇന്ത്യൻ റെയിൽവേ പ്രൊമോഷന് വേണ്ടി ഇറക്കിയ ഒരു പോസ്റ്റ് കാർഡിലെ ചിത്രമാണ്. ബാംഗ്ലൂരിലെ വളരെ പ്രശസ്തമായ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന ഷോപ്പിംഗ് സെന്റർ. 1900 ഒരു ചിത്രം. അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ചുരം കയറി ഊട്ടിക്ക് പോകുന്ന കാളവണ്ടികൾ. 1900 നീലഗിരി കുന്നുകളിൽ നിന്നും എടുത്ത ഫോട്ടോ. കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആനകൾ വലിച്ചുകൊണ്ടുപോകുന്ന വണ്ടി കണ്ടിട്ടുണ്ടോ? 1903 നടന്ന ഡൽഹി ദർബാറിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ റേവ എന്ന നാട്ടിലെ മഹാരാജാവാണ് 2 ആനകൾ വലിച്ച വണ്ടിയിലെത്തിയത്. 1903 ഡൽഹി ദർബാറിന്റെ ഭാഗമായി നടന്ന ആഘോഷങ്ങൾ. ചത്ത കാളകളുടെ തൊലി തയ്ച്ച് അതൊരു ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് ബോട്ടായി ഉപയോഗിച്ച് നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നവർ. 1903 എടുത്തതാണ് ഈ ഫോട്ടോ. 1905 ബോംബെയിലെടുത്ത ഈ ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണിത സ്ഥലമാണിത്. 1913 നിർമ്മാണം തുടങ്ങിയ ഗേറ്റ് വേയുടെ പണി നടക്കുന്ന ചിത്രങ്ങളാണിത്. 1922 എടുത്ത ചിത്രങ്ങൾ. 1924 ഗേറ്റ് വേയുടെ ഉദ്ഘാടന സമയത്ത് ജോർജ് 5ാമൻ രാജാവും മേരി രാജ്ഞിയും എത്തിയപ്പോൾ വരവേൽക്കാനായി ഒരുക്കിയ പരേഡ്. ഒടുവിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവസാനത്തെ ബ്രിട്ടീഷ് ട്രൂപ്പിനെ തിരികെ അയച്ചതും ഈ ഗേറ്റ് വേയിൽ കൂടെ തന്നെയായിരുന്നു. 1948 ഫെബ്രുവരി 28 നടന്ന ആ ചടങ്ങാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷ് സൈനികരുമായി തിരികെ പോയ ഒരു കപ്പലിൽ ഇരുന്നു കൊണ്ട് അവസാനമായി ഇന്ത്യയെ നോക്കി യാത്ര പറയുന്ന ഒരു സൈനികന്റെ ചിത്രം. 1911 മുംബൈയിൽ തുടങ്ങിയ റോൾസ് റോയ്സിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം. 1914 ഉദ്ഘാടനം ചെയ്ത പാമ്പൻ പാലത്തിലൂടെ ആദ്യമായി ട്രെയിൻ കടന്നു പോകുന്ന അപൂർവമായ കാഴ്ച. ഇത് ആ പാലത്തിന്റെ 2 ഭാഗങ്ങളും പൊക്കി അതിനടിയിലൂടെ കപ്പൽ കടത്തിവിടുന്നതാണ്. ഇത് 1964 ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലം തകർന്നതിന് ശേഷമുള്ള ഫോട്ടോയാണ്. ദുരന്തമുണ്ടായ സമയത്ത് പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ട്രെയിൻ മറിയുകയും അതിലെ 115 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. 1914 നോർത്ത് ഇന്ത്യയിലെ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമും ട്രെയിനും.
1916 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജിക്ക് കറാച്ചിയിൽ വെച്ച് നൽകിയ ഗംഭീര സ്വീകരണം. ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെയുള്ള കൊടുങ്കാടുകളിൽ നിന്ന് തടി ശേഖരിക്കാൻ വേണ്ടി കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ എന്ന പേരിൽ 1905 മുതൽ 63 വരെ ഒരു റെയിൽവേ ലൈൻ പ്രവർത്തിച്ചിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? 1919 അതിൻ്റെ ചിത്രങ്ങളാണിത്. പ്രധാനമായും ഉൾക്കാടുകളിൽ നിന്ന് തടി വെട്ടി കൊച്ചി പോർട്ടിൽ എത്തിച്ചിരുന്ന ഈ ട്രാമിൽ ആളുകൾക്ക് കയറണമെങ്കിൽ പ്രത്യേക അനുമതി വേണമായിരുന്നു. ഇന്ത്യയിൽ ഇങ്ങനെ നിർമ്മിച്ച ഏക ട്രാക്ക് ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ടായിരുന്നു ഇതിനെ കരുതിയിരുന്നത്. കൊച്ചി ഇന്നത്തെ കൊച്ചി ആയതിനു പിന്നിൽ ഈ ട്രാംവേയുടെ സംഭാവന വിലമതിക്കാനാവാത്തത് തന്നെയാണ്. ഇന്നും തൃശൂർ, പാലക്കാട് ജില്ലകളുടെ പല ഭാഗത്തും ഇതിൻ്റെ ട്രാക്കുകളും പാലങ്ങളും കാണാവുന്നതാണ്. ആലപ്പുഴയിലെ കായലിലൂടെ ചരക്കുകളുമായി നീങ്ങുന്ന കെട്ടുവള്ളങ്ങളുടെ ചിത്രം. ഗ്രാമീണത തുളുമ്പുന്ന ഈ ഫോട്ടോ എടുത്തത് 1922 കൽക്കട്ടയിൽ കുതിരകളെപ്പോലെ തന്നെ സീബ്രകളെ വണ്ടി വലിക്കാനായി ഉപയോഗിച്ചിരുന്നു. 1925 ഒരു ഫോട്ടോ. 1927 നടന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം. 6 വർഷം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. പാർലമെന്റ് 27 ഉദ്ഘാടനം ചെയ്തെങ്കിലും ന്യൂഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമായി അവരോധിക്കുന്നത് 1931 ഈ കാണുന്ന ചടങ്ങുകളിലൂടെയാണ്. രാഷ്ട്രപതി ഭവന്റെയും പാർലമെന്റ് മന്ദിരത്തിന്റെയും ഒരു ഫോട്ടോയാണിത്. 1933 എടുത്തത്. ഇത് അതിന്റെ തന്നെ ആകാശത്ത് നിന്നെടുത്ത ഒരു ഫോട്ടോ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും അതിന് മുന്നിലൂടെ പോകുന്ന ഇലക്ട്രിക് ട്രാമും 1930 എടുത്ത ഫോട്ടോ. 1930 ബെർലിനിലെ ഐൻസ്റ്റീൻ്റെ വീട്ടിൽ രവീന്ദ്രനാഥ ടാഗോർ ഒരു അതിഥിയായി എത്തിയപ്പോൾ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ് ഇരുവരും സംസാരിച്ചത്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ. ഗാന്ധിജിയും ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ടുള്ള ഒരു അപൂർവ ചിത്രം 1932 എടുത്തത്. സർ CB രാമൻ അദ്ദേഹത്തിൻ്റെ രാമൻ എഫക്റ്റ് വിദ്യാർത്ഥികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. 1933 ഫോട്ടോ. എറണാകുളത്തെ ദർബാർ ഹാൾ 1935 എടുത്ത ഫോട്ടോ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. 1936 എടുത്ത ഫോട്ടോ. പിന്നീട് 1942 അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഹിറ്റ്ലറിനെ കണ്ടുമുട്ടിയപ്പോൾ. ഒരു ഷെവർലെ കാറിന്റെ 1936 പത്രപരസ്യം. 3675 രൂപയായിരുന്നു അന്നത്തെ കാറിന്റെ വില. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജപ്പാൻകാർ തടവു പുള്ളികളാക്കി വെച്ചിരുന്ന ഇന്ത്യൻ സൈനികർ രക്ഷപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ അവർക്ക് മാലയിട്ട് സ്വീകരണം നൽകുന്ന ഫോട്ടോ. 1947 ഇന്ത്യയുടെ വിഭജനത്തിനെ പറ്റിയുള്ള ചർച്ച നടത്തുന്ന ജവഹർലാൽ നെഹ്റുവും മൗണ്ട് ബാറ്റൻ പ്രഭുവും മുഹമ്മദ് അലി ജിന്നയും. പുതിയതായി രൂപീകരിക്കാൻ പോകുന്ന പാകിസ്ഥാൻ ഗവൺമെന്റിലെ ജോലിക്കാരെ കൊണ്ടുപോകുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലൊന്ന് 1947 ഓഗസ്റ്റ് 7 ഡൽഹി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതിന് യാത്രയയപ്പ് നൽകുന്നു. ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് പോകാൻ ട്രെയിനിൽ കയറിയിരിക്കുന്നവർ. അമൃത്സറിൽ നിന്നുള്ള കാഴ്ച. വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു അവരുടെ ഈ യാത്ര. ട്രെയിനുകളിൽ പോകാൻ സാധിക്കാത്തവർ കാളവണ്ടികളിലും നടന്നുമൊക്കെയാണ് പാകിസ്ഥാനിലേക്ക് പോയത്. നടക്കാൻ വയ്യാത്ത ഒരു സ്ത്രീയെ ചുമന്നുകൊണ്ടു പോകുന്നവർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് 15 രാവിലത്തെ പത്രം ഇങ്ങനെയായിരുന്നു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു റെഡ് ഫോർട്ടിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തുന്നത് കാണാനായി ഒത്തുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങൾ. ഇന്ത്യൻ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് പാറിപ്പറന്നപ്പോൾ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഡൽഹിയിലൂടെ പോകുന്നു. കൂടെ അദ്ദേഹത്തിന്റെ അകമ്പടിയും. വാരണാസിയിലെ ഒരു ഉത്സവ പറമ്പിൽ ആകാശ ഊഞ്ഞാലിൽ കറങ്ങുന്നവർ. 1955 ചിത്രം. 1960 തൃശൂർ മണ്ണൂത്തി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ഒരു പഴയ ബസ്. കൊച്ചി മറൈൻ ഡ്രൈവ് 1960 ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യയുടെ പഴയകാല ചിത്രങ്ങൾ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.